മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ് നമ്മൾക്ക് അപ്പം അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 29 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. y is equal to y of x be the solution of the differential equation sec square x dx plus e raised to 2y tan square x plus tan x dy is equal to 0. ഞാൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് എന്ത് ചെയ്യുന്നു, ഒരു ത്രൂ ഔട്ട് ഡി വൈ കൊണ്ട് ഡി എക്സ് ഡി വൈ ഡിവൈഡ് ചെയ്യൂ ഡി വൈ. അപ്പൊ എന്താവും നോക്കിക്കോ, സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ഡി വൈ. ഇവിടേക്ക് എഴുതുന്നുണ്ട് സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് e raised to 2y tan square x plus tan x is equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ആ ടാൻ എക്സിന് ഒരു ടി എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പൊ ടാൻ എക്സ് ഈക്വൽ ടു ടി ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ സീക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു എന്താണ്, ഡി ടി ബൈ ഡി വൈ എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. അപ്പൊ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുന്നത് എന്തായി, ഡി ടി ബൈ ഡി വൈ എന്നായി, ഡി ടി ബൈ ഡി വൈ എന്നായി. ഓക്കെ, ഡി ടി ബൈ ഡി വൈ ഫസ്റ്റത്തതായി പ്ലസ് ഇ റേസ്ഡ് ടു വൈ അല്ലെ, ഇ റേസ്ഡ് ടു വൈ ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, 0 എന്നെഴുതാം. അപ്പൊ നമുക്ക് ആ ടി സ്ക്വയറിന്റെ ടേം കളയാൻ 1/t സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി വൈ പ്ലസ് 1/t പ്ലസ് ഇ റേസ്ഡ് ടു വൈ ഇസ് ഈക്വൽ ടു എന്തെഴുതാം മക്കളെ, 0 എന്നെഴുതാം. എഴുതാലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ 1/t എന്നുള്ളത് നിങ്ങളൊരു യു ആണ് എന്ന് വിചാരിക്കൂ. 1/t എന്ന് പറയുന്നത് ഒരു യു എന്നെടുക്കൂ. ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 1/t ഈസ് ഈക്വൽ ടു യു. 1/t യു ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ മൈനസ് 1/t സ്ക്വയർ മൈനസ് 1/t സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി യു ബൈ എന്താവും, ഡി വൈ ആവും. അപ്പൊ നോക്കിക്കോളൂ, 1/t സ്ക്വയർ ഡി ടി ബൈ ഡി വൈ എന്ന് പറയുന്നത് എന്തായി മാറി, മൈനസ് ഡി യു ബൈ ഡി വൈ എന്നായി മാറി. പ്ലസ് ഇ റേസ്ഡ് ടു വൈ, ഇ റേസ്ഡ് ടു വൈ അല്ലെ, ഇ റേസ്ഡ് ടു വൈ പ്ലസ് 1/t യു ആണെങ്കിൽ പ്ലസ് യു ഇസ് ഈക്വൽ ടു എന്തായി മക്കളെ, 0 എന്നായി. അപ്പൊ നമുക്ക് എഴുതാം ഡി യു ബൈ ഡി വൈ അല്ലെ മൈനസ് യു ഇസ് ഈക്വൽ ടു ഇ റേസ്ഡ് ടു വൈ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലായി അത് മാറിക്കഴിഞ്ഞു. സോ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റേസ്ഡ് ടു ഇന്റഗ്രൽ പി ഡി വൈ ആണ് എഴുതേണ്ടത് അല്ലെ, -1 dy. സോ ഇറ്റ് വിൽ ബി ഇ റേസ്ഡ് ടു -y. ഇനി സൊല്യൂഷനിലേക്ക് കൊടുക്കാം. യു ഈസ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ യു ഇൻറ്റു ഇ റേസ്ഡ് ടു -y. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ. വാട്ട് ഈസ് ക്യൂ, ഇ റേസ്ഡ് ടു 2y ഇൻറ്റു മി റേസ്ഡ് ടു -y dy പ്ലസ് എന്തായി മക്കളെ, സി എന്നായി. അപ്പൊ യു ഇൻറ്റു ഇ റേസ്ഡ് ടു -y ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ്ഡ് ടു y dy പ്ലസ് സി എന്നായി മാറി. യു ഇൻറ്റു ഇ റേസ്ഡ് ടു -y ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റേസ്ഡ് ടു y ഈസ് ഇ റേസ്ഡ് ടു y, ഇ റേസ്ഡ് ടു y പ്ലസ് സി എന്നായി മാറി.
അല്ലെ. ഇനി നോക്കൂ, എന്താണ് യു? യു എന്ന് പറയുന്നത് നോക്കൂ, 1/t അല്ലേ. 1/t. ടി എന്തായിരുന്നു? tan x ആയിരുന്നില്ലേ? അപ്പൊ 1/tan x എഴുതാണേ. 1/tan x ഇൻറ്റു e raised to minus y is equal to e raised to y plus c എന്ന് എഴുതി കഴിഞ്ഞു. ഇനി നമ്മളെ കണ്ടീഷൻ നോക്കിക്കോ, y of π/4 is equal to 0 എന്നാണ് കണ്ടീഷൻ. അപ്പൊ എക്സിന്റെ വാല്യൂ π/4 ആണ് കൊടുക്കേണ്ടത് അല്ലെ. എക്സിന്റെ വാല്യൂ π/4 വൈന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഏത് കിട്ടും? സി കിട്ടും. tan π/4 1 ആണ്. അപ്പോ 1 is equal to 1 plus c എന്ന് വന്നില്ലേ. c 0 ആണല്ലോ. അപ്പം 1/tan x ഇൻറ്റു e raised to minus y is equal to e raised to y plus 0. e raised to y തന്നെയാണ്. ഇനി y of π/6 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. y of π/6 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എക്സിന് π/6 കൊടുത്തു കഴിഞ്ഞാൽ tan π/6 1/tan π/6 tan π/6ന്റെ വാല്യൂ 1/√3 ആണ്. അപ്പം √3 എന്ന് വരുന്നു അല്ലെ. √3 is equal √3 ഇൻറ്റു e raised to minus y is equal to എന്തായി? e raised to y എന്നായി. അപ്പോ √3 is equal to e raised to 2y എന്നായി അല്ലെ. അപ്പൊ √3 is equal to e raised to 2y എന്നായി. അപ്പൊ e raised to 8y വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് അല്ലെ. e raised to 8. അപ്പൊ നമ്മൾ അതിനെ ക്യൂബ് ചെയ്യും. അപ്പൊ ക്യൂബ് ചെയ്യുന്ന സമയത്ത് 8y എന്ന് കിട്ടി. അപ്പൊ √3 raised to 4 √3 raised to 4 എന്ന് പറയുന്ന സമയത്ത് എന്തായി? 9 ആയി. സോ ദ ആൻസർ ഈസ് 9 ആണ്. y of π/6 is equal to alpha. അപ്പൊ y of π/6 ആൽഫയാണ്. അപ്പൊ raised to 4 is 9.